ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളൊക്കെ സുഖമായിട്ടിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ എന്നുള്ള എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷമാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെത് എടുത്ത് വെച്ചിട്ടുണ്ട്. പെരുന്നാളിന് നമുക്ക് ഒരുപാട് ബിരിയാണിക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതും നമ്മളെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം പാടടങ്ങി 8 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞ് വീഡിയോസാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഓരോ ലൈക്കിനും അത്രയ്ക്ക് മൂല്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളെ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയിൽ ഞാൻ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടേനും. അപ്പോൾ ബീഫൊക്കെ കഴുകിങ്ങാണ്ട് ഞാൻ കുക്കറിലിട്ടു. പിന്നെ ഇതാ കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള ഇത് റെഡിയാക്കിയിരിക്കണേ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ തോലി കളഞ്ഞ് വെച്ചിരിക്കണേ. സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. ഇത് പെട്ടെന്നാണല്ലോ പെരുന്നാളാണെന്ന് അറിഞ്ഞത്. ഞാൻ എന്തായാലും നാളെ നോമ്പാണെന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോഴാണ് പെരുന്നാളാണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ ഉണ്ടായിട്ടോ. അതൊക്കെ പിന്നെ സാധനം അങ്ങാടി പോയി കൊണ്ടുവന്നിട്ട് വേണ്ട വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കി. രാത്രിയിൽ അന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ. രാത്രി ഇത് കൊണ്ടുവന്ന് സാധനമൊക്കെ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. ഇനി പിന്നെ വീട്ടിലൊന്ന് കണ്ട് പിന്നെ ഒക്കെ റെഡിയാക്കിയപ്പോൾ തന്നെ എന്താ പറയുക, ഒരു മണി 2 മണിയൊക്കെ ആയിക്കണം കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടന്ന് നീച്ചു ഒന്ന് മാത്രം. പിന്നെ ഒരുപാട് സ്ഥലത്തേക്ക് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ 2-3 ചെമ്പിൽ ഞാൻ ബിരിയാണി പിന്നെ മസാല ദമ്മിട്ടിക്കണത് മന്തി വെക്കാനില്ല അരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്തിട്ടോ. ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി 1:30 ആയപ്പോൾ കിടന്നിട്ട് പിന്നെ മന്തിക്കുള്ളത് മസാല കൂട്ടിച്ചിട്ടുണ്ടായിരുന്നു കിടക്കണതിൻ്റെ മുമ്പ്. അപ്പോൾ മന്തി പിന്നെ ബിരിയാണി ചെമ്പിൽ 2 കിലോൻ്റെ മന്തിയാണ്, അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ പിന്നെ ബിരിയാണിയാണ് കേട്ടോ. 4 ബിരിയാണിയാണ്. 3 കിലോനും 2.5 കിലോനും 1.5 കിലോനും പറഞ്ഞങ്ങാണ്ട് 2 കിലോനും അങ്ങനെയൊക്കെയാണ് ബിരിയാണി. ഇത് മന്തിയാണ്, ഇത് ബിരിയാണിയാണ് കേട്ടോ. ഇത് മന്തിയാണ്. ഇതിൽ നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ. കൈ പൊള്ളിട്ടോ പൊന്തിച്ചപ്പോൾ. ബാക്കിയൊക്കെ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിക്കില്ലേ കുറച്ച് പപ്പ കൊണ്ടുപോകാൻ ലോൽക്കില്ല തൈരും ഇതൊക്കെ സെറ്റാക്കിക്കണ്. നമ്മളെ അച്ചാറ് കവറിലാക്കിക്കണം. പിന്നെ ഈ പച്ചടപ്പില്ല പാത്രത്തിൽ നമ്മളെ മന്തിക്കില്ലേ ആ ചട്നി ഉണ്ടാക്കുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ മന്തിത്തെ ആ തീ ഇങ്ങോട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ. അതിന് ശേഷം അത് ഞാൻ അടച്ചു വെച്ചു. നമ്മളെ മസാല അടിയിലില്ലേ മന്തിയാണ് കേട്ടോ. ഇനി മിക്സ് ചെയ്തങ്ങാണ്ട് എടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗൈസ് നമ്മളെ വീടിൻ്റെ മേലെ വാർത്തെടുക്കണമല്ലോ, അത് നനയ്ക്കാൻ വേണ്ടി കയറിട്ടോ. അപ്പോഴും നമുക്ക് ഒഴിവില്ല. എന്നിട്ട് അതൊക്കെ നനച്ചിട്ടാണ് ഞാൻ എനിക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വെള്ളം പറഞ്ഞില്ല, വെള്ളം കയറുന്നില്ല പൈപ്പിൽ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. ബക്കറ്റ് കൊണ്ട് കൊടുന്നിട്ടാണ് കേട്ടോ നമ്മൾ നനയ്ക്കണത്. അപ്പോൾ അതിനും 2 ആൾ വേണം. ഒരാളിങ്ങനെ വെള്ളം മേലെ തന്നെ പൈപ്പുണ്ട്, ആ പൈപ്പൊന്ന് തുറന്നങ്ങാണ്ട് ബക്കറ്റിലാക്കിങ്ങാണ്ട് കൊടുത്താൽ മതി. പക്ഷെ എന്നാലും ഭയങ്കര ഗതികേട്. ഏതായാലും പണി കുറവല്ലേ, അപ്പോൾ പണി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി ദമ്മിട്ട് ബിരിയാണിയൊക്കെ ആയി. ഇതിൻ്റെ കൂളി ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ അവിടെ കള്ളത്തരം കാട്ടി തിരുമ്പലൊക്കെ അവിടെ മാറ്റി വെച്ചിങ്ങാണ്ട് പെട്ടെന്ന് കുളിച്ചിരിക്കണം. കരിയില്ല പാത്രമൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. പെരുന്നാളായിട്ട് ഇതും തിരുമ്പിയും കുളിതാക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചാണ്ട്. അപ്പോൾ ഇളച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടേനി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഞാനും കുറച്ച് മന്തി ഉണ്ടാക്കി. 1 കിലോ മന്തി 1 കിലോ ബിരിയാണി കേട്ടോ ഞാനും ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇതാ പിന്നെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ ബ്ലാക്ക് ഷാളിൻ്റെ അടുത്ത് ആദ്യം ഇല്ലത്, ഇനിയും അതേക്കൊന്ന് ചെയ്ത് നോക്കിയാണ് ഇതിക്കെടുത്ത ഷാൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസ് നമ്മളെ ഇതിലൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് വെച്ചൊന്ന് മാത്രം മക്കൾ ഇങ്ങനെ പല പോസ്റ്റിലും അങ്ങനെയൊക്കെയും പറഞ്ഞാണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ ഇതിലിട്ടൊന്ന് മാത്രം. പിന്നെ ഞങ്ങൾ രാത്രി ആയിക്കോട്ടെ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ വിശേഷമാണത്. ഞാൻ കുറച്ച് നെയ്ച്ചോറ് എടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ആടുകുറുമ ഉണ്ടാക്കിയിട്ടുണ്ടേനോല്. അപ്പോൾ അതൊക്കെയാണിത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ആളെ വരവും പോക്കും ഒക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ രാത്രി ആയിക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ കുറച്ച് മന്തി ബാലൻസ് ഉണ്ടായിരുന്നു, അതായിട്ടാണ് പോയതാണ്. ഇതിന് ഓല് വെച്ച നെയ്ച്ചോറത്തെ ബാലൻസ് ഉള്ളത്. പിന്നെ അത് ബീഫ് വേറെ ചട്ടിയിലുണ്ട് കേട്ടോ. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് കുറച്ച് ശരിയാക്കിയത്. ബിരിയാണീൻ്റെ മസാല പോലെ അത് അനങ്ങിയിട്ടില്ല കേട്ടോ. വെച്ചത് അതേപോലെ അതൊക്കെ ഞാൻ പറഞ്ഞത് എന്താ ആരും കഴിച്ചിട്ടില്ല, ഇഷ്ടം പോലെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചതുണ്ട് കേട്ടോ. പിന്നെ ഇത് ബീഫ് തേങ്ങാക്കൊത്തിടാത്തത് ബിരിയാണി ഉണ്ട് കേട്ടോ ഒരു ചെമ്പിൽ. ഞാൻ രാത്രി ചെന്നപ്പോൾ എന്താ മക്കളെ ഇതൊക്കെ കാട്ടുക ചോദിച്ചു. ഞാൻ എനിക്ക് നെയ്ച്ചോറ് അറിയാം, ഞാനും ബിരിയാണി മന്തിയാണ് പറഞ്ഞാണ്ട്
അപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറെടുത്ത് കഴിക്കണം. പൂതിയൊന്നും ഇല്ല, പിന്നെ പെരുന്നാൾക്ക് പെരി ചെന്നിട്ട് എന്തെങ്കിലും കുറച്ച് കഴിക്കണ്ട വിചാരിച്ചിങ്ങാണ്ട് അങ്ങനെ കഴിച്ചിങ്ങാണ്ട് നല്ല തേങ്ങ കൊത്തിട്ട് വരട്ടിയ ബീഫ് കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാനത് കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്കൾക്ക് പെരുന്നാൾ പൈസ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ടായിട്ട്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ ആദ്യം കൊടുക്കണത്, എൻ്റെ അമ്മ. അപ്പം അമ്മ കുട്ടികൾക്കൊക്കെ പൈസ കൊടുക്കാൻ അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക, ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്നിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ജ്യൂസിന് ആദ്യം കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് നീലൂസിന് കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ സോനൂസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടീനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുട്ടിക്ക് ഡ്രസ്സ് ഇടാതായപ്പോഴേ, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവന് ഇത് മിന്നൻ്റെ വയസ്സ് ഡ്രസ്സ് ഇടാതായപ്പോൾ പിന്നെ അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് നമ്മളെ ഇവിടെ ഇത് വന്നിട്ടോ കോപ്പിറൈറ്റ് വന്നിട്ടോ കുട്ടിക്ക് ഡ്രസ്സ് ഇല്ലാഞ്ഞിട്ട്. അപ്പോൾ ഇത് ഫിനുവിൻ്റെ ഒഴിവാണ് കേട്ടോ. ഇനി ഓള് കൊടുക്കണ കഴിഞ്ഞിട്ട് ഞാനും കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയിൽ എഴുതിയാണ് ഡ്രസ്സ് ഇടാതെ അതുപോലെയാണ് കൊടുത്തും ചെയ്തു. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് തന്നെ കോപ്പിറൈറ്റ്. അപ്പോൾ പിന്നെ ഓനോട് കട്ട് ചെയ്തതാണ് കേട്ടോ അവിടെ നിന്ന് കുട്ടീനെ. അപ്പോൾ ഓലെ പെരുന്നാൾ പൈസയൊക്കെ നമ്മൾ കൊടുക്കുകയാണ്, നമ്മളെ ആങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടേനി. അപ്പോൾ സോനൊക്കെ രണ്ടാമത് വാങ്ങാൻ വരും കേട്ടോ. ഓൻ ചേർത്തുന്ന പെരയിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടേനി. ഇനിച്ച് വേണം പറഞ്ഞാണ്ട് വെറുതെ തമാശ ആയിട്ടാണ്. അപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ചാനലും കുട്ടികൾക്ക് പെരുന്നാൾ പൈസ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ, നമുക്കൊക്കെ അങ്ങനെയല്ലേ ചെറുപ്പത്തിൽ. അപ്പോൾ അതൊരു നമുക്ക് കൊടുക്കുന്നത് ഒരു ഇഷ്ടമാണ്. ഗൈസ്, ഇവിടെ നടക്കുന്നത് പെരുന്നാൾ സമ്മാനം കൈമാറൽ. ഉമ്മ മകൾക്ക് മാക്സി കൊടുത്തു. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ മാക്സി? ഇങ്ങോട്ട് നോക്കൂ ഗൈസ്, എൻ്റെ പുതിയ മാക്സി സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഇമോഷണൽ ഗൈസ്. ചെറിയ മകൾക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ രാവിലത്തെ വിശേഷമാണ്. രാവിലെ നീച്ചിട്ട് ഇമ്മ രാവിലെ അപ്പമൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടേനി, പിന്നെ ഇന്നലത്തെ ബീഫ് പെരട്ടും പിന്നെ ചിക്കൻ കറിയും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കുന്നുണ്ട്. പഴുത്തൊരു കറുവത്ത കേട്ടോ. അപ്പോൾ അത് കൊടുന്നിട്ട് അതിന് കുരു കളയാനില്ല, ക്ഷമയൊന്നുമില്ല. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ കഴിക്കാൻ കേട്ടോ. നല്ല മധുരമല്ല കറുവത്ത്, ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചില കറുവത്തൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കപ്പളങ്ങാപ്പായ കേട്ടോ, എല്ലാവർക്കും കറുവത്ത പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ ഒരു ചക്ക കേട്ടോ. ചക്ക ഇഷ്ടം പോലെ മൂത്തിക്കണം. അപ്പോൾ കിട്ടുന്നിടത്തു നിന്നൊക്കെ മേലെയാണ്, നല്ല റിസ്ക്കാണ്. അപ്പോൾ താഴെയൊരു ചക്കേനെ ഇട്ടിട്ട് ഉമ്മ അത് കഷ്ണാക്കിക്കണേ. അപ്പോൾ ഒരു കഷ്ണം മൂത്താപ്പാൻ്റെ കൊടുത്ത് പകുതി കൊടുത്തിട്ട് അവിടെ ഏട്ടത്തിയാളും കുട്ടികളൊക്കെ വന്നിക്കണേ. അപ്പോൾ ബാക്കിയുള്ള ഒരു മുറി എടുത്തിട്ട് അയൽവാസിക്ക് കൊടുത്ത് ബാക്കി ഞാൻ നന്നാക്കാണ് കേട്ടോ. ചക്ക കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു. ഞാൻ സ്വന്തം ഇതിൽ പഠിച്ചു എന്നല്ലാതെ ഏട്ടനോട്ടിയോ ഇതിന് വിളിച്ചാണെന്നുള്ളു. ഞാനവിടെ ചക്ക എന്നാക്കുന്നുണ്ട്. അനിയത്തി കുട്ടിക്ക് ഫുഡ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓന് പിന്നെ അത് അറക്കണന്നല്ല കേട്ടോ, തൊള്ളയിൽ വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചക്ക അതിൻ്റെ മടലൊന്നും കളയണില്ല കേട്ടോ. മടൽ അവിടെ ഇങ്ങനെ ചെത്തണുള്ളൂ. പക്ഷെ അത് ഇരിഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അതിൻ്റെ ചുള പറ്റ ചെറുതാണ്. അപ്പോൾ ബേക്കറി ഞാൻ ചുളനോട് അടുപ്പിച്ചാണ് കട്ട് ചെയ്തിട്ട് മടൽ അറിയാൻ എടുക്കണമെന്നില്ല. ചുള അങ്ങോട്ട് അടി വരെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെത്തിയെടുത്തങ്ങാണ്ട് അവിടെ അരിഞ്ഞെടുക്കാണ്ട. ചുളൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ പറ്റ ചെറുതാണ് കേട്ടോ. നന്നാക്കി എടുക്കാൻ ഒരുപാട് സമയം വേണതുണ്ടോ, അത്രേ ഉള്ളൂ നമ്മളെ ചുളൻ്റെ വലിപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുവുള്ളാണ് കളഞ്ഞിട്ട് ചെത്തുന്നത് കേട്ടോ. പിന്നെ കുഞ്ഞ് ചോളയും കുഞ്ഞ് കുരുവും പറഞ്ഞങ്ങാണ്ട് നന്നാക്കണമെങ്കിൽ നല്ല പണിയാണ്. പക്ഷേ കൂട്ടാൻ വെച്ചാലും പഴുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമാണ്, കൂട്ടാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇത് മെനക്കെട്ട് ഇരിക്കണത് കേട്ടോ. പിന്നെ ഇപ്പോൾ വീട്ടിലെന്നാൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും അല്ലാതെ നമുക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാം. അപ്പോൾ ചക്കയൊക്കെ പിന്നെ ഞാൻ കുക്കറിലിട്ടുങ്ങാണ്ട് വേവിച്ച് പിന്നെ കറിവേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് തൂമിച്ചെടുത്തുങ്ങാണ്ട് നമ്മളെ തേങ്ങയും ചെറിയ ജീരകവും പച്ചമുളകൊക്കെ അരച്ചുങ്ങാണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ തൂമിച്ചെടുത്തിക്കണം. മിക്സ് ആക്കിയതിന് ശേഷം ചൂടോടുക്കനായിട്ട് കഴിക്കണം കേട്ടോ. ചൂടോടുക്കനെ കഴിക്കും. പിന്നെ അതിന് രസം തോന്നില്ല, ചൂടോടുക്കനായിട്ട് കഴിക്കണം. അപ്പോൾ കഴിച്ച് നമ്മൾ ചക്കപ്പുഴുക്ക് റെഡി ആക്കണം കേട്ടോ. നാരങ്ങച്ചാറും മാങ്ങച്ചാറും ചിക്കൻ കറി ബീഫ് വരട്ടും ഉണ്ട്. ഇതൊന്നും ആവശ്യമില്ല, തേങ്ങ ഇട്ട് ചെറിയ ജീരകമൊക്കെ പൊടിച്ചുകൊണ്ട് ഒറ്റക്കും കഴിക്കാം. കോമ്പിനേഷൻ നാരങ്ങച്ചാറാണ്. മാങ്ങച്ചാർ കേട്ടോ.
ഞാൻ വരുന്നുണ്ട്.